തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ കോഴിക്കോട്ടേക്ക് തട്ടകം മാറ്റിയേക്കും. പാർട്ടി അനുമതി നൽകിയാൽ തലസ്ഥാനത്തെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് കോഴിക്കോടേക്ക് കൂടുമാറാനാണ് ആര്യയുടെ ആലോചന. അയ്യോ, പാർട്ടി എപ്പോഴേ കൈവിട്ടിട്ടുണ്ട്. ഇനി കോഴിക്കോട് ഇരുന്നിട്ട് എന്തുണ്ടാക്കാനാ? കോഴിക്കോട്ടോട് ചെല്ലുവാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ കാലെ വാരി താഴെ അടിക്കുമെന്ന് 100% എഴുതി നിങ്ങൾ ഒപ്പിട്ട് വെച്ചോ. ഈ ഒരു കാര്യം ഞാൻ എവിടെ വേണമെങ്കിലും ഞാൻ വിളിച്ചു പറയാം, എവിടെ വേണമെങ്കിലും. കാരണം ഈ ഒരു വ്യക്തി, ആര്യെ പോലൊരു വ്യക്തി കോഴിക്കോട്ടോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് എതിർ പാർട്ടി ആരിക്കുവോ ഭൂരിപക്ഷത്തോടെ, വമ്പം ഭൂരിപക്ഷത്തോടെ അവർ ചെയ്യും. കൂടി വന്ന പാർട്ടി വോട്ട് വേണമെങ്കിൽ വല്ലതും കിട്ടും. അതും ചിലപ്പോൾ പാർട്ടിക്കാർ കൊടുക്കത്തില്ല. സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞല്ല. കാരണം കോഴിക്കോട്ടെ ജനങ്ങൾ അത്ര മണ്ടന്മാരല്ല, അവരത്ര മണ്ടന്മാരൊന്നും അല്ല. അതൊന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. ഏത് കമ്മ്യൂണിസ്റ്റ് കോട്ടയാണെങ്കിലും ഇവർ കൊണ്ട് നിർത്തിയാലും, കോഴിക്കോട്ട് ഏത് കമ്മ്യൂണിസ്റ്റ് കോട്ടയെ കൊണ്ട് നിർത്തിയാലും 8 നില പൊട്ടും, 10 നില പൊട്ടും. 8 നിലയല്ല, 10 നില പൊട്ടും. ബാക്കി പറ. ആര്യ രാജേന്ദ്രനെ കോർപ്പറേഷനിൽ മത്സരിപ്പിക്കാത്തത് BJP മലയാള മനോരമ സംവാദത്തോട് ചർച്ചയാക്കിയപ്പോൾ ആര്യയുടെ അടുത്ത തട്ടകം നിയമസഭയോ ലോക്സഭയോ ആകാമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി മറുപടി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആര്യ കോഴിക്കോട്ടേക്ക് തട്ടകം മാറ്റാൻ തയ്യാറെടുക്കുന്നത്. 5 വർഷം ഭരിച്ച് അവിടെ ട്രിവാൻഡ്രം അങ്ങ് കൊടുത്തിട്ട് പോകുന്നു. ഇനി കോഴിക്കോട് എന്ത് കൊടുക്കാനാ? ഇപ്പറ്റകളെ ഞാൻ നിങ്ങളോട് തൊഴുതു പറയുവാണ്, ആര്യയെ പഞ്ചായത്തിൽ അടിപ്പിക്കരുത്. ആര്യയും ആര്യയുടെ ഭർത്താവും ജയിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് ലൈക്ക് അടിച്ചു ഒന്ന് കാണാൻ വേണ്ടിയാണ്. ഇപ്പോൾ 2000, 3000, 5000 ഒക്കെ പേര് ലൈക്ക് അടിക്കാറുണ്ട്. കാരണം ഒരാൾക്ക് ഒരെണ്ണേ പറ്റത്തുള്ളൂ. അതൊരു വോട്ടായിട്ട് നിങ്ങൾ കരുതി അങ്ങ് ചെയ്താൽ മതി. ഇവർ ജയിക്കരുത് എന്ന ആഗ്രഹമുള്ളവർ ധൈര്യമായിട്ട് അടിക്കുന്നയുള്ള റിപ്പോർട്ടുകൾ മേയറായി കഴിഞ്ഞാൽ ഡിപ്യൂട്ടി മേയറാകാൻ വേണ്ടി അവർ ചെയ്യിക്കാം. ഇനി രാജേന്ദ്രനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ അസംബ്ലിയിലേക്കും പാർലമെന്റിലേക്കും. ജീവിത പങ്കാളിയായി സച്ചിൻ ദേവ് ബാലുശ്ശേരി MLA ആയി പ്രവർത്തിക്കുമ്പോൾ ആര്യ തിരുവനന്തപുരം മേയറായി പ്രവർത്തിച്ചു വരികയായിരുന്നു. മേയർ കാലാവധി കഴിഞ്ഞതോടെ ഇരുവർക്കും 2 വയസ്സുള്ള കുഞ്ഞുമായി ഒരേ സ്ഥലത്ത് പ്രവർത്തിക്കാനാണ് താല്പര്യം. ഇതിനാലാണ് കോഴിക്കോട്ടേക്ക് രാഷ്ട്രീയ തട്ടകം മാറ്റുന്നത് ആര്യയുടെ പരിഗണനയിലുള്ളത്. സ്ഥാനം നോക്കിയല്ല പ്രവർത്തിക്കുന്നതെന്നായിരുന്നു മനോരമ ന്യൂസ് മോർണിംഗ് എക്സ്പ്രസിൽ കഴിഞ്ഞ ദിവസം ആര്യയുടെ പ്രതികരണം. ഒരിക്കലും ഒരു സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടോ ഏതെങ്കിലും ഒരു പദവി ആഗ്രഹിച്ചുകൊണ്ടോ ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കാൻ വേണ്ടി കഴിയില്ല. എപ്പോഴും എന്തെങ്കിലും സ്ഥാനം ആഗ്രഹിച്ച് മാത്രം വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലുള്ളവരല്ല ഞങ്ങൾ എന്നുള്ളത് ഈ പറയുന്നവർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റി അംഗവും DYFI സംസ്ഥാന സെക്രട്ടറി അംഗവുമാണ് ആര്യ. DYFI സംസ്ഥാന നേതാവ് നിലയിൽ കോഴിക്കോട് ഉൾപ്പെടെ മറ്റു ജില്ലകളിലും സംഘടന. എന്തായാലും ഇനി അവസാനത്തെ പരിപാടിയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഉറപ്പായിട്ടും അവിടുത്തെ ജനങ്ങൾ നിങ്ങളെ അറിഞ്ഞു തന്നെ പണിയുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് തന്നെ ഓരോ കാര്യങ്ങളും ആ യദുവിന്റെ കേസ് കേട്ട് തന്നെ എല്ലാവരും ഒന്ന് കമന്റ് ഇട്ടോ, ജസ്റ്റിസ് ഫോർ യദു എന്ന് കമന്റ് ഇടുക. കാരണം അദ്ദേഹത്തിന് നീതി കിട്ടണം. അദ്ദേഹത്തിന് ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഭാര്യയും ഭർത്താവും കൂടെ ചെയ്ത് കാണിച്ച ഓരോ തോന്നിവാസങ്ങൾക്ക് ഇവർ ആ ബസ്സിൽ കിടന്ന് വഴക്കുണ്ടാക്കിയതിന്റെ പെൻഡ്രൈവും മെമ്മറി കാർഡും എല്ലാ കാര്യങ്ങളും ഇവരെ മുക്കി. അതുണ്ടായിരുന്നെങ്കിലോ ഇവർ പെട്ടുപോയനെ. അല്ലെങ്കിൽ ഇവർ പറയുന്നത് ഇവരുടെ ഭാഗത്ത് ന്യായം എന്ന് പറയുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും ബസ്സിൽ റെക്കോർഡായിരുന്നല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ അത് കാണിച്ചില്ല? എന്തുകൊണ്ട് അത് കാണുന്നില്ല? ഇവരത് കാണിച്ചില്ലല്ലോ, ആ സംഭവം കാണുന്നില്ല. ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ പിണറായി സർക്കാർ, ആ സർക്കാരിൻ്റെ ഏറ്റവും അടുത്ത കൂടെയുള്ള ആൾക്കാരാണ് ഈ പറയുന്ന ആര്യാണെങ്കിലും സച്ചിനാണെങ്കിലും. അവർക്ക് പെൻഡ്രൈവ് മെമ്മറി കാർഡും തപ്പിയെടുക്കാൻ പറ്റിയില്ലെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിൻ്റെ അർത്ഥം ഇവർ മുക്കിയെന്നല്ലേ? ഓക്കെ, ഇങ്ങനെയുള്ള വ്യക്തി കോഴിക്കോട് നിന്നാലും ജയിക്കാനേ പാടില്ല. ഓക്കെ, നമുക്ക് ഇനി അടുത്ത വീഡിയോ ഒന്ന് വെക്കാം. ട്രോളാണ്. അത് കഴിഞ്ഞിട്ട് പുതിയ നമ്മുടെ മേയർ, പിന്നെ അതുപോലെ തന്നെ ശ്രീരേഖ സംസാരിക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വെച്ചുതരാം. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ കടുത്ത വിമർശനവുമായി CPM ജില്ലാ കമ്മിറ്റി. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? മേയറായിരുന്ന ആര്യ രാജേന്ദ്രന്റെ കെടുകാര്യസ്ഥതയും അഹങ്കാരവും തിരിച്ചടിയായെന്ന് VK പ്രശാന്ത് അടക്കം വിമർശനം ഉന്നയിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആന വാ പൊളിക്കുന്നത് കണ്ട് അണ്ണാ വാ പൊളിക്കണം. വർഷങ്ങളായി BJP കിണഞ്ഞു ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ആര്യ രാജേന്ദ്രൻ 5 വർഷം കൊണ്ട്, വെറും 5 വർഷം കൊണ്ട് സാധിച്ചെടുത്തിരിക്കുന്നു. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് 21 വയസ്സിൽ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഒരു അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പതിറ്റാണ്ടുകളായി LDF ഭരിച്ചിരുന്ന ചെങ്കോട്ടയാണ് മൃഗീയ ഭൂരിപക്ഷത്തോടെ NDA കൈപ്പിടിയിലാക്കിയത്. 3 ജില്ലാ സെക്രട്ടറിമാർ പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാകെ പോയത്. ഇതെല്ലാം തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തിയത്. എവിടെ പോണു? ഓരോ ട്രോളുകളാണ്. ഞാൻ പഴയ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കി ഇങ്ങനെ സംസാരിക്കുക, വേറെ ഒന്നുമല്ല, ഇതിനു വേണ്ടിയാണ്. ഓക്കെ, എന്തായാലും നാളെ മുതൽ ഞാൻ വേറെ കോൺടാക്റ്റും കാര്യങ്ങളൊക്കെ എടുത്തുവൊക്കെ ചെയ്യും. ഇതെനിക്ക് സംസാരിക്കണമെന്ന് തോന്നി ഈ ഒരു വിഷയത്തിൽ. ഇപ്പോൾ ട്രിവാൻഡ്രം ആണല്ലോ കത്തി നിൽക്കുന്നത്.
അപ്പം ഇവിടുത്തെ ഓരോ ജനങ്ങളും അത് മനസ്സിലായിരിക്കണം. പ്രത്യേകിച്ച് ഇനി കോഴിക്കോട്ടുള്ള ജനങ്ങൾ, അവർക്ക് പണി കിട്ടാൻ പോവാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ പൊന്നു ദൈവമേ അവരെ കാത്തോളണേ. നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ ഇന്നത്തെ ഒരു ന്യൂസ് ഉണ്ട്. നമ്മുടെ മേഡം സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ഒന്ന് നോക്കാം. ജനസേവനമാണല്ലോ അദ്ദേഹത്തിന്റെ കർത്തവ്യം. അപ്പൊ ഞാനും ആ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് പെടുത്തിക്കൊണ്ട് എന്നെയും കൂടെ ഒരു സേവനം ചെയ്ത് തന്നൂടെ എന്നുള്ളൊരു അഭ്യർത്ഥന നടത്തിയപ്പോ അദ്ദേഹത്തിന്റെ ഭാഷയിലും രീതിയിലും അത് പ്രതികരിച്ചു. അതന്നെ, അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. എന്തായാലും വളരെ ആത്മാഭിമാനത്തോടെ തന്നെയാണ് മാം ഇവിടെ നിൽക്കുന്നത്. സാഹചര്യങ്ങൾ, പരിമിതികൾ ഒരുപാടുണ്ട്. ഇപ്പോ ബാത്റൂമിന്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത് പറയുന്നതിനും അപ്പുറത്തേക്കാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മാം ഒരു സ്ത്രീയാണ്. അപ്പോ ബാത്റൂം എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു ഓഫീസ് റൂം തയ്യാറായിരിക്കുന്നത്. പക്ഷെ ഇതിലൂടെയൊക്കെ തളർത്താമെന്ന് കരുതുന്നുണ്ട് എങ്കിലും അതൊന്നും അങ്ങനെയൊന്നും തളരുന്ന ഒരാളല്ല എന്ന് നമുക്ക് വ്യക്തമാണ്. ഇപ്പോ മുൻ കൗൺസിലർ കൂടെ ഇപ്പോ ആർ ശ്രീലേഖ മാമിനെ കണ്ടോണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും സാറിനോട് കൂടെ ചോദിക്കാം, എന്താണ് ഈ ഒരു നടപടിയുടെ? ടോയ്ലറ്റ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മേയർ ആയിരുന്നല്ലോ നേരത്തെ ട്രിവാൻഡ്രം ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് നിങ്ങളൊന്ന് ആലോചിക്കണം, ഓഫീസ്, അതും ബാത്റൂമും. എനിക്ക് ഇപ്പോഴും ചിരി വരുന്ന ഓഫീസിലെ ബാത്റൂമിനകത്താണ് ഈ ഫയലും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളും കാരണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾക്ക് വെച്ച് തന്നെയാണ്. ഇപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ അറിയാമല്ലോ, ഒരു ലേഡിയാണ്, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പെട്ടെന്ന് എവിടെ ഓടിക്കയറി ചെല്ലും, ഈ ഫയൽ ഇരിക്കുന്നിടത്ത് ചെല്ലുമോ? ഓരോ മനുഷ്യൻ്റെ ജീവിതമാണ് ഈ നാറികൾ ഭരിച്ച് കുളവാക്കിയെന്ന് ഞാൻ പറയാം. ആ ഫയലൊക്കെ അവിടെ എടുത്ത് വെക്കുമ്പോൾ തന്നെ ഇവറ്റകളുടെയൊക്കെ രീതി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്തായാലും BJP ഭരണത്തിൽ വന്ന് അവരതെല്ലാം ചൂണ്ടിക്കാണിക്കുക ചെയ്യുന്നത്. ഇവിടെ സത്യത്തിൽ എല്ലാവരും പറയുന്നത് കോൺഗ്രസ് BJP. കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഇനി ഫൈറ്റ് ചെയ്യുന്നത് BJPയും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ. എന്ന് വെച്ചാൽ എന്തുവാ, എന്നാലും കോൺഗ്രസ് ഇപ്പോൾ തട്ട് ഇതിനേക്കാളും നല്ല ഹൈലായിട്ട് നിൽക്കുകയാണ്. ഇനി ഇവരെ തമ്മിലടിക്കും. ഏത് കമ്മ്യൂണിസ്റ്റും BJPയും കാര്യം. ഇവരിൽ ആരാണ് ഇനി രണ്ടാമത് വരുന്നത് എന്നുള്ളതാണ് ഈ അടുത്ത കളി നടക്കാൻ പോകുന്നത്. കോൺഗ്രസ് എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുകയാണ്. ടോപ്പി. ഓക്കെ, ഇതിലും ബാക്കിയും കൂടെ നമുക്ക് കേൾക്കാം. നോക്കി കാണുന്നത് ശാസ്തമംഗലത്തിന്റെ BJP കൗൺസിലർ ആർ ശ്രീലേഖ ഇങ്ങനെ പ്രശാന്ത് സിംഗിനോട് മുറി ഒഴിഞ്ഞു നൽകണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചപ്പോൾ പൊതുജനങ്ങളിൽ ചിലർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതുവരെ ഇല്ലാത്തവർക്കില്ല ഒരു പ്രശ്നം എന്താ ആർ ശ്രീലേഖയ്ക്ക് മാത്രമെന്ന്. കഴിഞ്ഞ ദിവസം പ്രശാന്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് ഈ 40 വർഷമായിട്ട് ഉണ്ടാകാത്ത പരാതിയാണ് ഇപ്പോൾ വരുന്നതെന്ന്. അങ്ങനെ നോക്കുമ്പോൾ മുൻ കൗൺസിലറായിട്ടുള്ള സാറിന്റെ ഒരു പേരിലേക്കാണ് എല്ലാവരും എത്തുന്നത്. സാറിന് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. എന്തുകൊണ്ടാണ് ഒരു പരാതി നൽകാതിരുന്നത്? അതുമായിട്ട് പറഞ്ഞ പോലെ മാഡം ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. കാരണം എൻ്റെ പ്രസൻസിലാണ് മാഡം സംസാരിക്കുന്നത്. എനിക്ക് ആ മുറി കൂടെ കിട്ടിയാൽ കൊള്ളാം, അത് ക്രമേണ ആലോചിച്ച് പറഞ്ഞാൽ മതി, സമയമെടുത്ത് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അല്ലാതെ ഒഴിഞ്ഞു തരണമെന്ന് വാക്കേ ഉപയോഗിച്ചു. അത് കറക്റ്റ് ചെയ്യണം. മറ്റൊന്ന്, കഴിഞ്ഞ 2020 ഞാൻ കൗൺസിലറായി വന്ന അവസരത്തിൽ അതിനു മുമ്പ് ഇവിടെ ബിന്ദു എന്ന് പറയുന്ന ബിന്ദു ശ്രീകുമാർ LDFിൻ്റെ കൗൺസിലർ ഇരുന്ന റൂമായിരുന്നു ഇപ്പോൾ ഇവിടുത്തെ MLA ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ MLA ആയപ്പോഴാണ് ബിന്ദു ശ്രീകുമാർ ഇപ്പുറത്തെ ഈ ചെറിയ റൂമിലോട്ട് മാറിയത്. കുറച്ച് കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം തുറന്നു വന്നു. അപ്പോൾ ഞാനൊരു 2-3 മാസം നോക്കിയപ്പോൾ എനിക്ക് വലിയ അസൗകര്യം തോന്നി. അസൗകര്യം തോന്നിയാൽ മാത്രമല്ല, അതിനകത്ത് കുറച്ച് ഫർണിച്ചർ വച്ച് കഴിഞ്ഞാൽ ഒരു ബാത്റൂം ഇപ്പം നോക്കിയാൽ കാണും. അത് ഇന്നലെ എടുത്ത് വെച്ചതല്ല. ആ അലമാരയൊക്കെ എനിക്ക് കിട്ടിയ അവസരത്തിൽ ഇവിടെ വെച്ചപ്പോൾ ആൾക്കാർ ഇരിക്കാൻ സ്ഥലമില്ല. അങ്ങനെ വന്നപ്പോഴാണ് ആൾക്കാരെ ഇരുത്തണത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ അലമാര റാക്കോൻ ഫയൽ ഉൾപ്പെടെ അപേക്ഷ ഉൾപ്പെടെയുള്ള സാധനത്തിനടുത്ത് ബാത്റൂമിനകത്ത് വെക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് പർപ്പസല്ല, അവിടുത്തെ അസൗകര്യത്തിൻ്റെ കണക്കിലെടുത്ത്. അപ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കാത്ത പ്രധാന കാരണം ഞാൻ അസൗകര്യം ഒന്ന്, രണ്ടാമത് ആരെങ്കിലും എന്നെ കാണാൻ വരുന്നവർ, കൗൺസിലർ നിലയ്ക്ക് കാണാൻ വരുന്ന ആൾക്കാർ ഒരു ബാത്റൂമിലേക്കൊന്ന് പോകണം, യൂറിൻ പാസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ച കൗൺസിലറുടെ ഓഫീസിനകത്തുള്ള അലമാരയും റാക്കുമല്ല ബാത്റൂമിനകത്തിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. കാണുമ്പോൾ ചിലപ്പോൾ അവരെന്ത് ചെയ്യാം, ഒരു ഫോട്ടോയൊക്കെ എടുത്ത് അത് മാധ്യമത്തിലോ പത്രത്തിലോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നഗരസഭയ്ക്ക് നാണക്കേടാവും എന്നുള്ള ഉദ്ദേശം. നഗരസഭ എനിക്കല്ല, കൗൺസിലർ നിലയ്ക്ക് എനിക്ക് നാണക്കേട് കുറിച്ചു. അതിനേക്കാൾ ഉപരി തിരുവനന്തപുരം നഗരസഭയ്ക്കുണ്ടാകുന്ന നാണക്കേട് മനസ്സിലാക്കിയാണ് ഞാനിത്. ഇരിക്കുന്ന ഓഫീസ് പോലും വൃത്തിയാക്കാത്ത ഒരു വ്യക്തികളാണ് ഈ നാട് ഭരിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ഇവരൊക്കെ എന്തിനാണ് ഈ ഇലക്ഷന് നിൽക്കുന്നത്? ഇപ്പൊ മേയർ എന്നെ നിർത്താതെ അവര് എന്താ കോഴിക്കോടോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. എന്തിനാണ് ഇവറ്റകളൊക്കെ ഇലക്ഷന് നിർത്തുന്നത്? എന്തിനാ? ജനങ്ങൾക്ക് എന്ത് കോപ്പുണ്ടാക്കാൻ വേണ്ടിയാ? അധികാരം കിട്ടിക്കഴിഞ്ഞ് ഇവന്റെയൊക്കെ വീട്ടിലേക്ക് വേണ്ടി അരിയും എന്താ പറയാ ഇല്ലാത്ത ബിസിനസ്സും അതും ഇതും ഒക്കെ ഉണ്ടാക്കി ഇവർ കോടികൾ കെട്ടിപ്പണത്തുന്നു. എന്തിന്? നമ്പർ 1 കേരളം എന്നാണ് ഇവിടുത്തെ സർക്കാർ പറയുന്നത്. എല്ലാവരും പോകുന്നത് അമേരിക്കയിൽ നിന്നാണ്. അവിടെ ഉള്ളവർ ഇങ്ങോട്ടും വരും. നമ്പർ 1 കേരളം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളവരെല്ലാം പോകുന്നത് പുറത്താണ്. മുഖ്യമന്ത്രി പോകുന്ന അമേരിക്കയിലാണ്, അവിടെയാണ് ചികിത്സിക്കുകയൊക്കെ ചെയ്യുന്നത്. കഷ്ടം. ഇവിടെ നാട് പൊടിപ്പിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ പൊന്ന് ദൈവങ്ങളെ, ഇവറ്റകളെ അടുപ്പിക്കലേ. ആരെയും തോക്കണം, ഹസ്ബൻഡും തോക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.
കാരണം നിങ്ങൾ ആ റൂമൊക്കെ ഒന്ന് കാണണമായിരുന്നു. ആ ബാത്റൂമിനകത്ത് ഫയലും കാര്യങ്ങളും ഒക്കെ ഇട്ട് ആരെങ്കിലും ഒക്കെ വെക്കുവാടെ ഇങ്ങനെ. ഞാൻ ആലോചിക്കുക, സ്വയം പിൻവലിഞ്ഞ് അസൗകര്യം, വളരെയധികം അസൗകര്യം ഉണ്ടെങ്കിൽ തന്നെയും സ്വയം പിൻവലിഞ്ഞ് ഞാൻ എൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ, ഫോമായാലും ശരി, അപേക്ഷകളായാലും ശരി, അതോടൊപ്പം തന്നെ ലെറ്റർ പാഡ്, സെയിൽ ഉൾപ്പെടെയുള്ള സാധനം, അത്യാവശ്യമുള്ള സാധനങ്ങൾ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എൻ്റെ ആക്ടിവ സ്കൂട്ടറിൽ ഞാൻ സൂക്ഷിച്ചാണ്. എല്ലാ ആൾക്കാരെയും പരാതിയുടെ ഈ 5 വർഷക്കാലം, 4-4.5 വർഷക്കാലം, ഒരു 6 മാസത്തോളം ഞാൻ ഇവിടെ ഇരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4-4.5 വർഷക്കാലം ആൾക്കാരുടെ എല്ലാ ആവശ്യങ്ങളും ഒരു പരാതിക്കിട വരാതെ ഞാൻ എല്ലാ ആൾക്കാരുടെയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ വേണ്ടി പോയത്. ഞാൻ ആദ്യം പറഞ്ഞു, അസൗകര്യം ഉണ്ടായിരുന്നത് കണ്ടെത്തിക്കൊണ്ട് ആ കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പുറത്തേക്ക് എന്റെ ഓഫീസുമായിട്ട് ഞാൻ പുറത്തേക്ക് ഈ അസൗകര്യങ്ങൾ ഉണ്ടായപ്പോ ചൂണ്ടിക്കാണിച്ചിരുന്നു. സൂചിപ്പിച്ച പിന്നെ അത് കൂടുതൽ കമ്പനി, കാരണം ഏതായാലും നടക്കില്ല എന്നുള്ളൊരു നമുക്ക് മനസ്സിലായതുകൊണ്ട് പിന്നെ അത് കമ്പനി, പിന്നെ ഒരു വാർത്തയിലേക്ക് പോകണ്ട എന്ന ഉദ്ദേശത്തിലാണ് അതൊക്കെ ചെയ്യാറ്. പക്ഷേ ശ്രീലേഖ മാഡം കൗൺസിലറായിട്ട് വരുമ്പോൾ, ആദ്യം ശ്രീലേഖ മാഡമല്ല, ഒരു വനിതാ കൗൺസിലറായിട്ട് വരുമ്പോൾ അതിൻ്റെതായ പ്രായോഗിക ബുദ്ധികൾ നിരവധിയുണ്ട്. അപ്പോൾ മാഡം സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് തൻ്റെ ഒരു മകനെ പോലെ അല്ലെങ്കിൽ തൻ്റെ ഒരു സഹോദരൻ്റെ തുല്യനായിട്ട് ഒരു സൗഹൃദ സംഭാഷണം നടത്തിയതിനാണ് ഇത്രയും വിവാദമാക്കി മാറ്റുന്നത്. മാഡം ഒരു കാരണവശാലും മാഡം ഒഴിഞ്ഞു തരണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം ഞാൻ പ്രസിഡന്റാണ്, ഞാനും പ്രസിഡന്റാണ്, മാഡത്തിൻ്റെ ഹസ്ബൻഡ് പ്രസിഡന്റായിരുന്നു മാഡം സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ മാഡം അങ്ങനെ പറഞ്ഞു, എനിക്ക് പ്രസാദിനെ ഇഷ്ടമാണ്, എൻ്റെ മോൻ്റെ കല്യാണത്തിന് ഫുൾ ടൈം ഇവിടെ ഇരുന്ന് എൻ്റെ കൂടെ. ഞാൻ പറഞ്ഞതല്ലേ മോടെ കല്യാണത്തിന്, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്, മോടെ കല്യാണത്തിന് ഈ പറയുന്ന അവിടുത്തെ MLA പ്രശാന്ത് വന്നിട്ട് എല്ലാ കാര്യത്തിലും ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പം മാന്യമായിട്ടാണ് ആ വ്യക്തിയോട് പറഞ്ഞത്. പക്ഷേ അറിയാമല്ലോ, ഈ തൊലിഞ്ഞാവന്മാർ വളച്ചൊടിച്ച് വേറെ രീതിയിലാക്കി വിടും. ഓക്കെ, എന്തായാലും MLA അവിടെ നിന്ന് മാറ്റി. ഇവനൊക്കെ എന്തിനാ വെച്ച് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് ഇവറ്റകൾ ജയിക്കരുത്, അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ആര്യൻ സച്ചിനെ എവിടെ നിൽപ്പുണ്ടോ അവിടുത്തെ ജനങ്ങൾ വേറെ ഒന്നുമല്ല ഞാൻ ഇവിടെ നോക്കുന്നത്, ഈ 2 വ്യക്തികളെയാണ്. തോറ്റേ പറ്റൂ. ഓക്കെ, യദുവിന് അതുപോലെ നീതി കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഇപ്പോഴത്തെ മേയറിൻ്റെ ഒരു ഡ്രൈവർ ആയിട്ട് അദ്ദേഹത്തിന് ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷമാകുന്ന കാര്യമാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, അവന് അത് കിട്ടുവാണെങ്കിൽ അടുത്ത വോട്ട് ഞാൻ BJPക്കായിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ കമൻറ്റ് വന്നിട്ടുണ്ട്. അത് ആ പാർട്ടി കിട്ടുന്ന ഒരു പ്ലസ് പോയിൻ്റാണ്. ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ ഒരു 10 വോട്ട് കിട്ടും. ചിലപ്പോൾ ഒരു കമൻറ്റ് മതി ജീവിതം മാറാൻ. ഓക്കെ, ആ കമൻറ്റ് വരുന്ന ലൈക്ക്, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ഓക്കെ, നമ്മുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ ഒക്കെ, സബ് ഒക്കെ ചെയ്യാൻ. എൻ്റെ മക്കളെ അവരെ ജയിപ്പിക്കല്ലേ. ബൈ, ലവ് യു.